കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തി പബ്ലിസിറ്റി കമ്മിറ്റി. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് മെമ്പർ ജോമൻ വെട്ടിക്കാലായിലാണ് കമ്മിറ്റിയെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. മനോഹരമായ കമാനവും സെൽഫി പോയിൻറ്റുമെല്ലാം നിർമ്മിച്ചത് കലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം യുവാക്കളാണ്. കലോത്സവം അയ്യപ്പൻകോവിലാണെന്ന് അറിഞ്ഞതു മുതൽ പ്രദേശവാസികൾ സംഘാടക സമിതി രൂപീകരിച്ചതു മുതൽ കമ്മിറ്റി ഉണർന്ന് പ്രവർത്തിച്ചു. തുടക്കം മുതൽ സെൽഫി പോയിന്റും കവാടവും യുവാക്കളുടെ ആവശ്യമായിരുന്നു. ഇവരുടെ ആവശ്യം കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. അന്നു മുതൽ അതിനുള്ള പരിശ്രമവും ആരംഭിച്ചു. പരിശ്രമത്തിനൊടുവിൽ വിജയം വരിക്കുകയും ചെയ്തു. സംസ്ഥാന കലാമേളയെ വെല്ലുന്ന രീതിയിലാണ് കമാനം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പറ്റം യുവാക്കളുടെ ഒരാഴ്ചത്തെ ശ്രമഫലമാണ് കമാനം പൂർത്തിയാക്കാനായത്. കമാനത്തിനുള്ളിലൂടെ സ്കൂൾ മുറ്റത്ത് എത്തുമ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മനോഹരമായ സെൽഫി പോയിന്റും കാണാം. ഈ പബ്ലിസിറ്റി കമ്മിറ്റി എന്ന നിലയിൽ തന്നെയാണ് ഈ കലോത്സവത്തിലെ വരവറിയിച്ചിട്ടുള്ള ഒരു മിനി മാരത്തോൺ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന കുട്ടികളെല്ലാം, വിജയിക്കുന്ന കുട്ടികളെയെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോ എടുക്കുന്നതിനും ഈ കലോത്സവത്തിൽ വരുന്ന എല്ലാ ആളുകൾക്കും അവർ ഓർമ്മ വെക്കാൻ വേണ്ടി കലോത്സവത്തിന്റെ ചിഹ്നം വഹിച്ചുകൊണ്ടുള്ള സെൽഫി പോയിന്റ് അടക്കം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം മിനി മാരത്തോണും സംഘടിപ്പിച്ചു. വിവിധ റീൽസുകൾ നിർമ്മിച്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടെ കലോത്സവം കൊടുമുടി കയറി. ഈ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ ചിത്രരചന പ്രദർശനം ഇവിടെ നടത്തുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ നമ്മളത് എല്ലാ സ്കൂളുകളിലും അറിയിക്കുകയും എല്ലാ സ്കൂളുകളിൽ നിന്നും, അംഗൻവാടികളിൽ നിന്നും, ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നുമൊക്കെ നിരവധി കുട്ടികൾ അതിന് ഒരുപാട് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ എത്തുകയുണ്ടായി. അതൊക്കെ നമ്മളിവിടെ പ്രദർശിപ്പിച്ചു. കുട്ടികളുടെ ചിത്രരചനകൾ വേദികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുമായി പ്രചാരണ കമ്മിറ്റിയോട് ചേർന്ന് നിന്ന യുവാക്കളും കലാകാരന്മാരും പ്രവർത്തിച്ചപ്പോൾ ലോക ശ്രദ്ധയാകർഷിക്കും വിധത്തിലുള്ള കമാനമുയർന്നു. കാണികളുടെയും അധികൃതരുടെയും പ്രശംസയ്ക്കും ഇത് പാത്രമായി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.